നമസ്കാരം. വയനാട്ടുകാർക്ക് സഹായഹസ്തവുമായി നിരവധി പേർ രംഗത്തെത്തുന്നുണ്ട്. പക്ഷേ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലൂടെ തന്നെ സഹായം നൽകണം എന്നതാണ് ചിലരിലൊക്കെ ഇപ്പോൾ വലിയൊരു സംശയം ഉണ്ടാക്കിവെക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിക്കൊണ്ട് അഖിൽ മാരാർ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തുന്നത്. അഖിൽ മാരാറും വയനാട്ടുകാർക്ക് സഹായഹസ്തവുമായി തന്നെയാണ് രംഗത്തെത്തിയിരിക്കുന്നത്. പക്ഷേ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകിക്കൊണ്ടായിരിക്കില്ല തന്റെ സഹായം എന്നാണ് അഖിൽ മാരാരുടെ പക്ഷം. പകരം ദുരിതത്തിലായ 3 കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകാമെന്ന് അഖിൽ മാരാർ പറയുന്നു. തന്റെ നാട്ടിൽ വസ്തു വിട്ടു നൽകാൻ താൻ തയ്യാറാണെന്നും തന്റെ ഒരു സുഹൃത്ത് അതിന് തനിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നും വീട് നിർമ്മാണത്തിന് ആവശ്യമായ സാധനങ്ങൾ പലരും നൽകി സഹായിക്കാമെന്നും തന്നോട് അറിയിച്ചിട്ടുണ്ടെന്നും അഖിൽ മാരാർ വ്യക്തമാക്കുന്നു. വീടുകൾ നിർമ്മിച്ചു നൽകാൻ ഒരു സുഹൃത്തിന്റെ കൺസ്ട്രക്ഷൻ കമ്പനിയും സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഒരാൾ എവിടെ താമസിക്കണം എന്നത് അയാളുടെ പൂർണ്ണ താല്പര്യമാണ്. അതുകൊണ്ട് തന്നെ വയനാട്ടിൽ ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വേണമെങ്കിൽ അവർക്ക് ആഗ്രഹിക്കുന്ന സ്ഥലത്ത് വീട് വെച്ച് നൽകാനും തയ്യാറാണെന്ന് അഖിൽ മാരാർ പറയുകയാണ്. സ്ഥലം ലഭ്യമാക്കി ബന്ധപ്പെട്ടാൽ അതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തുമെന്നും അഖിൽ മാരാർ ഫേസ്ബുക്കിൽ കുറിച്ചു. ആ ഒരു സാഹചര്യത്തിൽ അന്തംഗമ്മികളുടെ ചില അന്തമില്ലാത്ത വിവരക്കേടുകൾക്കും മറുപടി അഖിൽ മാരാർ നൽകിയിട്ടുണ്ട്. അഖിൽ മാരാരുടെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്. അതായത്, പാർട്ടിയെ മുച്ചൂടും മുടിച്ച സൈബർ അന്തംഗമ്മികൾക്ക് ഒരു ചലഞ്ച്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകാൻ എനിക്ക് താല്പര്യമില്ല. പകരം 3 വീടുകൾ വെച്ച് നൽകാൻ ഞങ്ങൾ തയ്യാറാണ്. അത് എന്റെ നാട്ടിൽ എന്ന് പറഞ്ഞത് വസ്തു വിട്ടു നൽകാൻ എന്റെ ഒരു സുഹൃത്ത് തയ്യാറായതുകൊണ്ടാണ്. വീട് നിർമ്മാണത്തിന് ആവശ്യം വരുന്ന സാമഗ്രികൾ തന്ന് പലരും സഹായിക്കാം എന്ന് ഉറപ്പു നൽകിയതും അതോടൊപ്പം തന്നെ വീടുകൾ നിർമ്മിക്കാൻ എന്റെ സുഹൃത്തിന്റെ കൺസ്ട്രക്ഷൻ കമ്പനി തയ്യാറായതുകൊണ്ടും അതോടൊപ്പം പ്രകൃതിക്ഷോഭങ്ങൾ താരതമ്യേന കുറവായതുകൊണ്ടുമാണ്. സഖാക്കളുടെ അഭ്യർത്ഥന മാനിച്ച് വയനാട്ടിൽ ഈ ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് അവർ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് വീട് വെച്ചു കൊടുക്കും. അവർ ആഗ്രഹിക്കുന്ന സ്ഥലം എനിക്ക് അറിയാത്തത് കൊണ്ടും ഒരാൾ എവിടെ താമസിക്കണം എന്നത് അവരുടെ ഇഷ്ടം ആയതുകൊണ്ടും സ്ഥലം ലഭ്യമാക്കി ബന്ധപ്പെട്ടാൽ തീർച്ചയായും ഞങ്ങൾ വീട് നിർമ്മിച്ചു നൽകും. ഞാൻ എനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമൊക്കെ പങ്കുവെച്ചു കഴിഞ്ഞു. അർഹതപ്പെട്ട മനുഷ്യരെ സഹായിക്കുക എന്നതാണ് എന്റെ താല്പര്യം. നാളിതുവരെ ഒരാളെ സഹായിക്കുന്നത് മറ്റൊരാളോട് പറഞ്ഞു നടക്കുന്ന ശീലം എനിക്കില്ല. എന്റെ കർമ്മമാണ് എന്റെ നേട്ടം. ഈശ്വരൻ മാത്രം അറിഞ്ഞാൽ മതി. സഖാക്കളുടെ കുത്തിക്കഴപ്പ് കാണുമ്പോൾ ചില കാര്യങ്ങൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്നു. പ്രളയവും ഉരുൾപൊട്ടലും പോലെ വാർത്തകളിൽ നിറയുന്ന ദുരന്തങ്ങൾ അല്ലാതെ ജീവിക്കാൻ മാർഗമില്ലാതെ അലയുന്ന എത്രയോ മനുഷ്യരുണ്ട്. അത്തരം മനുഷ്യരിൽ അർഹത ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരാഴ്ചക്കിടെ മാത്രം ഞാൻ നൽകിയ ചില സഹായങ്ങൾ സഖാക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. NB കഴിഞ്ഞ 4 ദിവസത്തിനുള്ളിൽ അയച്ചതാണ്. അതുകൊണ്ടാണ് സ്ക്രീൻഷോട്ട് എടുക്കാൻ കഴിയാത്തത്. ഇതുപോലെ നേരിൽ കൊടുക്കുന്നതും അല്ലാതെയും ആരെയും ഒന്നും ബോധിപ്പിച്ചു ഞാൻ ജീവിക്കാറില്ല. ചില നാറിയ സഖാക്കളാണ് ഈ പോസ്റ്റ് ഇടിയിക്കാൻ പ്രേരണ നൽകിയത്. എന്തായാലും ഇതിലൊക്കെ വ്യക്തമാണ് ഫണ്ട് വാങ്ങുക എന്നതാണ് നമ്മുടെ ഈ ചില സഖാക്കന്മാരുടെ ഒരു ശീലം എന്നത്. എന്തായാലും വയനാട്ടുകാർക്ക് സഹായഹസ്തവുമായിട്ട് നിരവധി പേർ രംഗത്തെത്തുന്നുണ്ട്. അതിൽ ഇപ്പോൾ അഖിൽ മാരാരും രംഗത്തെത്തുകയാണ്. അവർക്ക് സഹായം നൽകും, അവർക്ക് ജീവിതത്തിലേക്ക് ഒരു പുതിയൊരു വഴി വെച്ച് നൽകും എന്ന് തന്നെയാണ് അഖിൽ മാരാരും പറയുന്നത്. പക്ഷെ അത് ദുരിതാശ്വാസ ഫണ്ടിലൂടെ തന്നെ സഹായിക്കണമോ എന്ന രീതിയിൽ ഇപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരു സംശയം വരുന്ന ഒരു സാഹചര്യമാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ നമ്മൾ ഒരിക്കലും കുറ്റം പറയുന്നില്ല. ഇനി ഈ തവണയുള്ള ദുരിതാശ്വാസ നിധി നമുക്ക് എല്ലാവർക്കും വയനാട്ടുകാർക്ക് ഉപകാരപ്രദമാകുന്നതെങ്കിൽ ആവട്ടെ എന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ. പക്ഷെ അത് പണ്ടത്തെ ചരിത്രമൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് വകമാറ്റിയിട്ടുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നതാണ് എല്ലാവർക്കും ഇത്തരം ഒരു സംശയം ഉണ്ടാക്കാനുള്ള പ്രധാന കാരണമായി മാറിയിരിക്കുന്നത്.